ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വരുന്ന ലംഘനങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ അതൊക്കെയും എത്രയും പെട്ടെന്ന് താൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവിക്കാൻ കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതാണ്. ലംഘനങ്ങൾ മറയ്ക്കരുത്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ കരുണ ലഭിക്കും. ഇനി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളെ ഭയന്ന് മിണ്ടാതിരുന്നാൽ നമ്മൾ കേട്ടതുപോലെ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാനാണ്. അപ്പൊ മറിച്ച് കിട്ടാത്തവനോ ഭാഗ്യമില്ലാത്തവനാണ്. ഭാഗ്യമില്ലാത്തവൻ. നമ്മൾ രൂത്തിനെ കുറിച്ച് പഠിച്ചു. ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിൽ ചെന്നു. മറ്റു ധാരാളം വയലുകളുണ്ട്. ഇതിലേതാ ബോവസിന്റെ വയലെന്നൊന്നും അവൾക്കറിയില്ല. ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിൽ ചെന്നു. നിർഭാഗ്യവശാൽ ആ കൃത്യസമയത്ത് യോവാബ് അബ്യാഥാർ എന്ന് പറയുന്ന പുരോഹിതൻ അദോനിയാവിന്റെ കൂട്ടുകൂടി. അദോനിയാവിന്റെയും യോവാബിന്റെയും കൂട്ടുകൂടി നിർഭാഗ്യവശാൽ അവന്റെ ശുശ്രൂഷയിൽ നിന്ന് എന്നേക്കുമായിട്ട് തള്ളപ്പെട്ടു പോകും. എന്താണ് അവന്റെ നിർഭാഗ്യം? ഭാഗ്യം വന്നത് എങ്ങനെയാ? നിർഭാഗ്യം വന്നത് എങ്ങനെയാ? അതാ വചനം പറയുന്നത്. ചിലർ പറയില്ലേ, ഭാഗ്യവശാല് ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോന്നു. കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടു. ഹൃദയഭേദകമായ ഒരു കാഴ്ച. അതായത് പെട്ടെന്നാണ് ഡാം തുറക്കുകയോ എന്തൊക്കെയോ ചെയ്ത് വെള്ളം വന്നത്. ഞങ്ങളുടെ ടൂറിന് ഏതോ യാത്ര പോയവരോ അടുത്ത ഉള്ളവരോ ആണ്. അങ്ങനെ 4 പുറവും വെള്ളം അങ്ങോട്ട് മുങ്ങി. ഇവരെന്ത് ചെയ്തു? ഇവര് മൂന്ന് പേരും അവര് മനസ്സിലായി തങ്ങൾ പെട്ടു എന്ന് മനസ്സിലായി. 3 പേരും കൂടി നിന്നു, കെട്ടിപ്പിടിച്ച് അവിടെ നിന്നു. സംഭവിച്ചത് കുറച്ചൊരല്പ സമയം കഴിഞ്ഞു. പിന്നെ ഇവരുടെ ശരീരം നോക്കി നടക്കുകയാണ്. ഒരു വല്ലാത്തൊരു കാഴ്ചയായി. അവർക്കും പറയാനുള്ളത് എന്താ? നിർഭാഗ്യവശാൽ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് ചെന്നപ്പോഴാണ് അവിടെ വെള്ളം തുറന്നു വിട്ടത്. ഇങ്ങനെ മനുഷ്യരുടെ അപകടങ്ങൾ വരുന്നത് മുഴുവനും നിർഭാഗ്യവശാലാണ്. മനുഷ്യർ രക്ഷപ്പെടുന്നതെല്ലാം ഭാഗ്യവശാലുമാണ്. ഭാഗ്യവശാല. ഒരിക്കൽ വടക്കേന്ത്യയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായതിന് ഒന്നുമില്ലാതായിപ്പോയി. ആ ദേശം തന്നെ നശിച്ചു പോകാനിടയായി തീർന്നു. ഇവിടെ ഈ കോട്ടയം അടുത്തുള്ള ഒരാള് അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാ. അവിടെ കുടുംബമായിട്ട് ജീവിച്ച് സ്വത്തുക്കളൊക്കെ കൊണ്ട് ജീവിച്ചിരുന്ന അയാൾ അതെല്ലാം വിറ്റ് ഇനി നാട്ടിൽ പോയി ജീവിക്കാം എന്നുള്ള തീരുമാനത്തിൽ മക്കളെയും കൂട്ടി ബന്ധുക്കളെയും കൂട്ടി വേണ്ടപ്പെട്ടവരെല്ലാം കൂട്ടി വിറ്റ് കാശാക്കി ആ സമ്പത്തുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു. ട്രെയിനിൽ കയറി വന്നു. ഇവിടെ വന്ന് അടുത്ത ദിവസം അവിടെ ഭൂകമ്പം ഉണ്ടായി. അവിടെ ഒന്നുമില്ലേ. ഇവിടെ വന്നതിന് ശേഷം ഈ സംഭവിച്ചത് അറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഇന്ന് താനും അവിടെ അതോടുകൂടി നശിക്കേണ്ടതാണ്. ഭാഗ്യവശാൽ
ആര് നിയന്ത്രിച്ചു? ആര് നിയന്ത്രിച്ചു? അതാണ് വചനം പറയുന്നത്. ലംഘനം കിടക്കരുത്. കുറ്റമുണ്ടെങ്കിൽ അത് നിൽക്കരുത്. അതിനെ വിട്ടൊഴിയണം. കാരണം ഭാഗ്യം തേടി ഇരിക്കുന്നത് പോലെ തന്നെ നിർഭാഗ്യവും തേടിയിരിപ്പുണ്ട്. ലംഘനം ഉള്ളവനും അകൃത്യമുള്ളവനെയും നിർഭാഗ്യം തേടിയിരിക്കുന്നുണ്ട്. അതങ്ങ് വിട്ടുകളയണം. ഭാഗ്യമില്ലാതാക്കുന്ന, നിർഭാഗ്യം കൊണ്ടുവരുന്ന മനുഷ്യ ജീവിതത്തിലെ ആ ഘടകം അങ്ങ് നീക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ദൂതാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ദൂതായിട്ട് തന്നെ നമുക്കത് ഏറ്റെടുക്കാം. ദൈവമേ, ദൈവമേ, ഞാൻ ഭാഗ്യവാനാകാൻ ഞാൻ ഏതെല്ലാം വിട്ടുകളയണം? കർത്താവ് ക്ഷമിക്കത്തക്കവണ്ണം, എൻ്റെ ലംഘനങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കത്തക്കവണ്ണം ഞാൻ എന്ത് ക്രമീകരണം എൻ്റെ ജീവിതത്തിൽ ചെയ്യണം? അതിന് ഞാൻ തയ്യാറാണെന്നുള്ള തീരുമാനത്തോടുകൂടി ഞാൻ മുട്ടുമടക്കാം. ഭാഗ്യം നമ്മെ തേടി വരും. നമ്മൾ ഭാഗ്യത്തെ തേടി പോകണ്ട. ഇല്ല എങ്കിൽ നിർഭാഗ്യം നമ്മെ തേടി വരും. നിർഭാഗ്യത്തെ നമ്മൾ തേടി പോകണ്ട. നമുക്കൊഴിയാൻ സാധിക്കുകയുമില്ല. നമുക്കൊഴിയാൻ സാധിക്കുകയുമില്ല. ഭാഗ്യവശാൽ ചെയ്യുന്നതൊക്കെയും ഭാഗ്യമായി തീരാൻ ദൈവത്തിന്റെ മക്കള് ചെയ്യുന്നതൊക്കെയും ഭാഗ്യമായി തീരാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന അനുഭവമാണ് ദൈവസഭയിൽ കൂടിയുള്ള ജീവിതം. ദൈവസഭയിൽ കൂടിയുള്ള ജീവിതം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കുമായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഇന്ന് ഞങ്ങൾ ഭാഗ്യവാന്മാരായി തീരത്തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ ലംഘനങ്ങളും എല്ലാ കുറവുകളും കർത്താവ് നീക്കി പരിഹരിച്ച് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി, കർത്താവെ നാഥാ, ഭാഗ്യം ഞങ്ങളെ തേടി വരത്തക്കവണ്ണം ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും ഭാഗ്യമായി തീരുവാൻ തക്കവണ്ണം യാതൊരു നിർഭാഗ്യവും ഞങ്ങളോട് അടുക്കാതെ വണ്ണം, യാതൊരു നിർഭാഗ്യവും ഞങ്ങൾ ചെന്ന് ചേരാതെ വണ്ണം ഞങ്ങളെ കർത്താവിന്റെ കാര്യങ്ങളിൽ വഹിച്ചു കൊള്ളണം, കാത്തുകൊള്ളണം. നന്മകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.